ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ. നമ്മൾ ഏകദേശം ഒരു 5 ഇയേഴ്സ്, ഏകദേശം അല്ല 5 ഇയേഴ്സ് കഴിഞ്ഞു കണ്ടിട്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ +1 +2 റേസിലെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അത്ര ക്ലോസ് ആയിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ കോവിഡ് ലോക്ക്ഡൌൺ എല്ലാം ശേഷം എനിക്ക് ഒരു കുന്തോ ഓർമ്മയില്ല. എല്ലാം അങ്ങോട്ട് മെമ്മറൈസ് ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ മീറ്റപ്പ്. ആദ്യം തന്നെ ഒരു സെറ ഇട്ടിട്ട് തുടങ്ങാം. ഞാൻ മറ്റേ ഡേ ഇൻ മൈ ലൈഫിൽ പറഞ്ഞില്ലേ, ഞാനൊരു സാധനം വാങ്ങും പിന്നെ ഉപയോഗിക്കാൻ മറക്കും എന്നെല്ലാം. മേ ബി വീട്ടിൽ തന്നെ ആയോണ്ടായിരിക്കും. കോളേജ് ഓർ വർക്കിന് പോവാണെങ്കിൽ റുട്ടീൻ ആയിക്കോളേരിക്കല്ലോ. ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എന്റെ മുഖം കണ്ടൂടാ. സോ പെട്ടെന്ന് തന്നെ ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആണ് കേട്ടോ. എന്റെ ലിപ്സിനെ കൊണ്ട് ഭയങ്കര പിഗ്മെന്റഡ് ആണ്. സോ ആൾക്കാരുടെ ഓരോ പൊട്ട ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ഞാൻ ലിപ്സ് കവറപ്പ് ചെയ്യാൻ തുടങ്ങി. ഓൾസോ ഇടുമ്പോൾ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യല്ലോ. ഇതൊന്നും നല്ലതല്ല എന്നറിയാം, ബട്ട് സൺസ്ക്രീൻ ഇസ് മസ്റ്റ് എന്ന് ഞാൻ ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അലോവേറ ജെൽ മാത്രം ഇട്ടിട്ട് പോയിട്ടുണ്ട്. അന്ന് എത്ര ആൾക്കാരെ അറിയോ ഞാൻ കരിവാളിച്ചു പോയി എന്ന് പറഞ്ഞ്. മേ ബി അന്ന് കൂടുതൽ പുറത്ത് വർക്ക് ഉള്ളോണ്ടാണോ എന്നറിയില്ല. എനിവേ, എന്റെ ഈ ഒരു സൺസ്ക്രീൻ ചോയ്സ് ഞാൻ ഒരു തെറ്റായി പോയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സൺസ്ക്രീൻ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടണേ. ഐ എം സ്റ്റിൽ ഫിഗറിംഗ് ഔട്ട് വിച്ച് ഈസ് ദി ബെസ്റ്റ് എന്ന്. ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ എന്റെ ഫേസിൽ നിന്ന് ഓയിലെല്ലാം സെക്രീറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഒരുമാതിരിയാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ തട്ടി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് അവിടെ ലോക്കായി നിന്നോളല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വീഡിയോസ് അതിന് മാത്രം ആൾക്കാരൊന്നും കാണുന്നില്ല. സ്റ്റിൽ കാണുന്ന കുറച്ച് ആൾക്കാരോടാണ്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. സോ ദാറ്റ് അത് എനിക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബ്ലഷ്. മാക്സിമം നിങ്ങൾ ബ്ലഷ് മാത്രം ഫേസിൽ ഇടാട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ ഇടാണെങ്കിൽ ഫേസിൽ പോർസ് എല്ലാം വരും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എനിക്ക് തീരെ പരിചയമില്ലാത്ത ഏരിയ ആണ് കേട്ടോ ഐലൈനർ ഇടല്. വൺസ് നമ്മുടെ കോളേജില് സ്റ്റൈലിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാരും ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അലി ഐലൈനർ മാത്രം ഇടാൻ പോവല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട്. ഇവരുടെ കളി കണ്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്നെ പഠിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നായി. അന്ന് ഞാൻ സൂപ്പറാക്കി. ബട്ട് ഇന്ന് എങ്ങനെ ഇരിക്കുന്നു, ചക്ക വീണ് മുയല് ചത്തു എന്നെല്ലാം പറയൂലേ, അതേപോലെ ഒന്ന് കണ്ണടച്ചപ്പോ 2 വിങ്സ് കിട്ടി. ഇനി മറ്റേ കണ്ണിലും ഇങ്ങനെ ആക്കണ്ടേ ഈശ്വരാ. എന്ത് ടാസ്ക് ആണല്ലേ ഈ ഐലൈനർ എല്ലാം ഇടല്. എന്തായാലും എനിക്ക് ഇഷ്ടായി. ആരേലൊക്കെ ശ്രദ്ധിച്ചാ മതിയായിരുന്നു. നെക്സ്റ്റ് ഇസ് പെർഫ്യൂം. ഈ പെർഫ്യൂം എനിക്ക് കിട്ടുമ്പോ അതെങ്ങനെ ഉണ്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് എനിക്ക് എന്തോ കോൾഡ് ഓർ അലർജി ഉണ്ടായിരുന്നു. അപ്പൊ അത് മണത്ത് നോക്കാനും തോന്നിയില്ല. 2 പെർഫ്യൂമാണ് കേട്ടോ ഇതിൽ വരുന്നത്. രണ്ടാമത്തെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ആരണ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂം ആണ് കേട്ടോ ഇത്. റെഡ് കളർ വൺ പാരിജാത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. സെക്കൻഡ് വൺ വിച്ച് ഇസ് ദി ബ്ലൂ വൺ എക്വാ നീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. എനിക്കിത് അടിച്ചപ്പോ പതഞ്ജലി എല്ലാം ആണ് ഓർമ്മ വന്നത്. ഇനി ഹെയർ ചെയ്യാം. ഇതെന്റെ റീസെന്റ് ഹെയർ റുട്ടീനിൽ കയറിയ ഒരു ഐറ്റം ആണ്. എറണാകുളം പോയില്ലേ, അപ്പൊ മേടിച്ചതാ. ഹെയർ ഡ്രൈ ആവുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇനി മുടി എന്തെങ്കിലുമൊക്കെ കാണിക്കണം. എങ്ങനെ കെട്ടും എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര റെയറായിട്ട് മുടി അഴിച്ചിടാറുള്ളൂ. സോ എന്തായാലും പോണി ആയിരിക്കും മുടി. ഹെയർ എല്ലാം സെറ്റായി, ബട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പണ്ടത്തെ പോലെ മുടി ഒന്നും നിൽക്കുന്നില്ല. ഞാൻ സ്റ്റൈലിങ്ങിൽ അത്ര വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു പോകാനാ ഇഷ്ടം. ഞാൻ എപ്പോഴും അത്ര എഫേർട്ടൊന്നും എടുത്തിട്ട് റെഡി ആവാറില്ല. ഈ ഇടയായിട്ട് എനിക്ക് ആക്സസറീസിനോട് ഭയങ്കര ഒരു ക്രേസ് ഒക്കെ. നല്ല ഹെവി ഓവർസൈസ്ഡ് ഗോൾഡ് ആൻഡ് ആന്റിക് ജ്വല്ലറീസ് ഒക്കെ ഇല്ലേ, അതിനോടൊക്കെ. കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ പൈസ വേണം, അതില്ലല്ലോ. സോ മിണ്ടാണ്ടിരിക്കാം. ഇന്ന് ഞാൻ ഗോൾഡ് ആക്സസറീസ് ആണ് കേട്ടോ ഇടുന്നത്. കമ്മൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. സ്റ്റിൽ എന്തേലൊക്കെ ഇട്ടിട്ട് പോവാം. റിംഗ് കോപ്പർ ആക്കാന്ന് വെച്ചു. എവിടെ പോയാലും ഓവർ പാക്കിംഗ് ആണ് സാറേ മെയിൻ. ഒരു വലിയ ടോട്ട് ആൻഡ് ഹൈഡ്രേഷൻ ഇസ് മസ്റ്റ്. പുറത്ത് നല്ല ലൈറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഇവിടെ റെഡ് ഓർ ഓറഞ്ച് അലേർട്ട് ആണ്. നല്ല മൂഡി ക്ലൈമറ്റ് ആണ്. പിക്ക് എടുക്കാൻ കുറച്ച് വെയിൽ കിട്ടിയ ഭാഗ്യം. അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിലാക്കി തരാം കേട്ടോ. ഇത്രയും കാലം എനിക്ക് വണ്ടി എടുക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ സീനൊന്നുമില്ല.
ബട്ട് ലൈസൻസ് ഇല്ല. പെട്ടെന്ന് കിട്ടിയ സുഖമായിരുന്നു. ഞാനും ആരെയും റേസിൽ നീറ്റിന്റെ കോച്ചിങ്ങിനാട്ടോ പോയത്. ലാസ്റ്റ് അവള് ബി ഫാമിന്, ഞാൻ ബി ഡസിനും കയറി. ഞാൻ കണ്ണൂർ, അവള് ട്രിവാൻഡ്രം ആയിരുന്നു. സോ ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് എന്നെല്ലാം പറയാം. അതുകൊണ്ട് തന്നെ 5 years ആയിട്ട് കാണാനും പറ്റിയിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് കോവിഡ് ലോക്ക്ഡൌണിന്റെ മുന്നേറ്റമാണ്. എന്തൊരു ഹോണടിയാണ് ഈ ബസ്സുകാര്, ചെവി പൊട്ടിപ്പോന്ന്. നമ്മൾ ഫസ്റ്റ് അസംബ്ലിയിലേക്ക് വന്നിട്ട് പിന്നെ ബീച്ചിലോട്ട് പോവാം എന്നായിരുന്നു കേട്ടോ പ്ലാന്. എനിക്ക് പറ്റാണ് 2 ടോപ്പൊക്കെ നോക്കണം. ഞാൻ ബസ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെരും മഴ. ഭാഗ്യത്തിന് കുട എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു സർപ്ലസ് സ്റ്റോറിൽ കയറി. പിന്നെ 2-3 ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. നല്ല റേറ്റ്. ഞാൻ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യുന്ന ആളാ. സോ എനിക്ക് റേറ്റ് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ലായിരുന്നു. എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ പറ. അവസാനം പറയുന്നതാണ്. ഇപ്പോഴായിരുന്നല്ലോ, പിന്നെ എന്നെ ഇങ്ങനെ പരിചയം ആയിരിക്കും. ഒരു മാറ്റമായില്ല. സൗണ്ട് അന്ന് കണ്ടത് കടും മെലിയാനോ. 6 കൊല്ലം മുന്നേ 6 കൊല്ലം കണ്ടത് മെലിയാനോ. ഞാൻ ഇതുവരെ കോഴിക്കോട് ടൗൺ എന്റെ വീഡിയോസിലൊന്നും കാട്ടിയിട്ടില്ലല്ലോ. സോ ഇതാണ് SM സ്ട്രീറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് മാനാഞ്ചിറ സ്ക്വയർ. ഇനി നമ്മൾ ബീച്ചിലോട്ട് പോവാട്ടോ. മഴ ഒന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ബീച്ച് എത്തിയപ്പോഴത്തേക്കും പിന്നെയും പെയ്തു. ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടുന്ന് കുറേ നടന്ന് ആരെക്കൊണ്ടല്ലോ കുറെ ഫോട്ടോസ് എല്ലാം എടുപ്പിച്ച് ബീച്ചിലോട്ട് വന്നത് മെയിനായിട്ട് നല്ല വ്യൂ ഉള്ള കഫേസ് പോവാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ക്ലബ് സുലൈമാനിയിൽ പോണെന്ന് നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് നമ്മൾ കടലാസാക്കി. അവിടുത്തെ ഫുഡിന്റെ അവസ്ഥ അറിയാലോ. ബട്ട് വ്യൂവിന് വേണ്ടി നമ്മൾ എന്തും സാക്രിഫൈസ് ചെയ്യും. എനിക്ക് വന്ന മാറ്റങ്ങൾ പ്ലീസ് പറ. എങ്ങനെ പറഞ്ഞോ? നമ്മളിപ്പോ കപ്പിൾ കോൾസ് കാര്യമാണ്. കാണുന്നവരെന്താ വിചാരിച്ച മാറ്റോ? ഞങ്ങൾ എന്നിട്ട് പറഞ്ഞ കുറച്ച് ഭംഗി കൂടിയുണ്ട്. കുറച്ച് പണ്ടത്തെ കോല കാണാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എപ്പോഴും. ഫോട്ടോ ഓർമ്മയില്ല അന്നത്തെ. എന്താ നിങ്ങക്ക് കാണിക്കാനുള്ളേ? ഇവർക്ക് ഒരു ഫോൾഡർ ഉണ്ട്. ഞാൻ എന്ത് വെല്ലിട കണ്ണാപ്പി ചപ്രി. ഇത് നോക്ക്. ഈ കുട്ടീന്റെ പേരൊന്ന് സ്വാതി. ഇതാരാ? എനിക്കറിയില്ല. നമ്മളെ ഫോട്ടോ വേറെന്താ? ഇത് ഞാൻ വരച്ചതാട്ടോ. ഇവക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഇന്ന് ഹൈറ്റൈഡ് ആണെന്ന് തോന്നുന്നു. മഴയൊക്കെ അല്ലേ. വ്യൂ ഓൾസോ അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മള് ഒരു ഡ്രിങ്കും ലോഡഡ് ഫ്രൈസും പറഞ്ഞിരുന്നു. എനിക്ക് അതിന്റെ ഇടയിൽ കൂടെ പാനിപൂരി ആൻഡ് മെമ്മറൈസിൽ നിന്ന് ഐസ് കഴിക്കാനൊക്കെ ഒരു പൂതി. ബട്ട് രണ്ടും 2 വഴിക്കാ. നല്ലോണം നടക്കാനും ഉണ്ട്. ഇഷ്ടമായോ? അത് ഒരുമാതിരി പത്തഞ്ചേരിന്റെ മണം വരികയില്ലേ? വേറെ എന്താ വേറൊരു ഫീലിംഗ്. ഒരു എക്കോ ഇല്ലേ? എക്കോ വെള്ളം, അതിന്റെ ഫ്ലേവറാ. അതിന്റെ ഫ്ലേവർ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നോക്കിയപ്പോ വേറെ സ്മെല്. ഇത് വേറെ സെയിം. ഇത് നല്ല സ്മെല്. സെയിം. ഇത് ഡ്രസ്സിലേക്ക് ആയിട്ടുള്ളതായിരിക്കും. ഇത് നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പത്തഞ്ചലി അങ്ങനെ ഒരു ഫീല്.
അങ്ങനെ ഫുഡെല്ലാം വന്ന് വിത്ത് വ്യൂ അതെല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് കുറെ ക്യാച്ചപ്പ് ചെയ്യാനും ഉണ്ടല്ലോ. കുറെ ആയില്ലേ, 5 കൊല്ലത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ. റേസിലെ ട്രോമ കഥകളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടായിരുന്നു ഞങ്ങള്. അല്ല കിട്ടില്ല നല്ല ചൂടുണ്ട്, വായ പൊള്ളാൻ കേട്ടോ. ചൂടുണ്ടോ? നേരത്തെ കണ്ടത് നമ്മളെ ചീസ് പൂൾ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. വെറുതെ നമ്മൾ അങ്ങനെ അവിടുന്ന് പതുക്കെ ഇറങ്ങി. ഇന്ന് സൺസെറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഈ മെറി ഗോ റൗണ്ടിൽ നമുക്ക് പോണെന്നല്ലാണ്ടെന്ന്, പക്ഷെ ഞാൻ ഛർദിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്ലാന് നമ്മൾ ക്യാൻസലാക്കി. ഇനി അടുത്തത് എന്ത് എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഐസ് വേണോ പാനിപ്പൂരി വേണോ എന്നൊക്കെ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നടക്കുന്ന വഴിക്ക് നമ്മളെ കുറേ മഴപ്പാറ്റ് അറ്റാക്ക് ചെയ്തിട്ടോ. ആ സങ്കടത്തില് നമ്മള് ഒരു കപ്പ് കോണ് മേടിച്ച്. ഓൾക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ല, എനിക്കും പണ്ട് ഇഷ്ടല്ലേന്ന്. എപ്പോഴും ഒന്ന് കഴിച്ചപ്പോ ഇഷ്ടായി. ഞാനാണേല് ആ ചേട്ടൻ ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ച് എന്റെ മുറിഞ്ഞ ഹിന്ദിയില് അങ്ങോട്ടൊരു കാച്ചി. മലയാളിയാണെന്നാ തോന്നുന്നത്. നമ്മള് ചാട്ട് ഫ്ലേവർ ആണ് കേട്ടോ പറഞ്ഞേ. എനിക്ക് തീരെ ഇഷ്ടായില്ല. അന്ന് എന്താണാവോ കഴിച്ചത്. അവൾക്ക് എന്തായാലും അത് ഭയങ്കര ഇഷ്ടായി. ഇപ്പത്തെ അവസ്ഥ എന്താന്ന് വെച്ചാല് മഴ പെയ്യും നിക്കും. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ മഴപ്പാറ്റാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഡ്രസ്സിന്റെ ഉള്ളിലെല്ലാം പോയിണ്ടായിരുന്നു. ഇത്ര കഷ്ടപ്പെട്ടിട്ട് അതിനെ പുറത്തെടുത്തത്. നമ്മൾ കുറേ നടന്നു കേട്ടോ, ബീച്ച് കൂടിയും മറ്റേ സൈഡിൽ കൂടിയും. അങ്ങനെ നമ്മൾ കുറേ നടന്ന്. നിർമ്മ ലിമിറ്റഡ് എന്താ നിർമ്മ ലിമിറ്റഡ് നിർമ്മ ജ്യൂസ് കുടിച്ചില്ല. റോഡെല്ലാം കൂടി നല്ല കൊളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് നമ്മള് നേരെ മെമ്മറൈസിലോട്ട് വിട്ട്. അവള് സ്പാനിഷ് ഡിലൈറ്റും ഞാൻ മിൽക്ക് ബേസ്ഡ് ഗ്രേപ്പ് ആണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ഒരു ടാങ്കി ഫ്ലേവർ ഒക്കെ കഴിക്കാനാ തോന്നിയത്. നമ്മൾ എവിടെയും കേറി കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല കേട്ടോ, അവിടുന്ന് ഇറങ്ങുമ്പോഴായിരിക്കും മഴ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. ചേഞ്ച് ഇല്ലാത്തോണ്ട് ഇവളൊരു കഫ് സിറപ്പും മേടിച്ച്, ഐ മീൻ ഓറഞ്ച് ഐസ് കാൻഡി. ഒരു ഓട്ടോ കിട്ടാനുള്ള തത്രപ്പാടില്ല കേട്ടോ നമ്മള്. അതിന്റെ ഇടക്ക് ഇവള് ഫുൾ ഹൈ ആയി മറ്റേ കഫ് സിറപ്പ് കുടിച്ചിട്ടാന്ന് തോന്നുന്നു. എനിക്കാണെ കോണ് കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കൊടച്ചോടിക്കോ ലാസ്റ്റ് വയ്യാതെ ഫുൾ കളിഞ്ഞിരുന്നു. നല്ലത് അങ്ങനെ തന്നെ ഉണ്ട്. അമ്മനും പലതും കഴിക്കുന്ന മൊത്തമാണോ? സ്റ്റോപ്പായി ഉറക്കം ടൗണായി. എന്താ ചെയ്യാൻ കൂട്ടിയിട്ട് മെലറ്റിയത് സൂപ്പർ എനർജിയായി. അത്രക്കേ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. ഈ പ്രാവശ്യം നാട്ടില് കുറച്ച് അധികം കാലം ഉണ്ടായിരുന്നോണ്ട് ഇവളൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഇനിയും കുറച്ച് സ്കൂൾ ഫ്രണ്ട്സ് ഉണ്ട് കാണണം പറഞ്ഞിട്ട് നടക്കാത്തത്. അവരെയും കൂടിയും ഇപ്രാവശ്യം പറ്റാണെ ഒന്ന് കാണണം. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.